നമസ്കാരം. ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചാലും തന്നിലുള്ള കലാ സാഹിത്യ വാസനകളെ പരിപോഷിപ്പിക്കാം എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഈസ്റ്റ് ഹാമിലുള്ള ശ്രീമതി സിസിലി ജോർജാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ഷോയിലേക്ക് സ്വാഗതം. മലയാളി അസോസിയേഷൻ്റെ പ്രവർത്തനവും മറ്റ് സാഹിത്യപരമായ രചനകളും ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ഈ ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ള സന്തോഷം നമുക്കുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹിത്യ രചനയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സാഹിത്യരചന എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈയിടെ കഴിഞ്ഞ വർഷത്തിലാണ് ഒരു നോവൽ എഴുതി പ്രസിദ്ധീകരിച്ചത്. അത് കഴിഞ്ഞിപ്പോൾ ഈ വർഷം എൻ്റെ ഒരു ചെറുകഥാ സമാഹാരം ഇപ്പോൾ ഈ ഡിസംബറിൽ അത് പുറത്തു വരും. പിന്നെ പുസ്തകമായിട്ട് വരും. പിന്നെ സാധാരണ ആനുകാലികങ്ങളിലൊക്കെ ഇടപെടാറുണ്ട്. അതിലൊക്കെ ഓരോ ചെറുകഥ എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ എഴുതുക, പിന്നെ അതിനൊക്കെ ചിത്രം വരയ്ക്കുക, അങ്ങനെയൊക്കെ. അതൊരു പ്രായമായപ്പോൾ ആ ഹോബികളൊക്കെ വീണ്ടും കൊണ്ടുവന്നു ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക്. കാരണം ജീവിതം ഒരു വിരസമായ ഒരവസ്ഥയിലേക്ക് മാറരുതല്ലോ. ചെറുപ്പത്തിലെ ബാല്യത്തിലെയൊക്കെ എനിക്ക് ഈ വക എല്ലാ വാസനയും ഉണ്ടായിരുന്നു. ബാല്യമല്ല, ഞാൻ സ്കൂളിലും കോളേജിലും ഒക്കെ ഇങ്ങനെയുള്ള കലാപരമായ എല്ലാ കാര്യങ്ങളിലും കൈയെഴുത്ത് മാസികകൾ പ്രസിദ്ധീകരിക്കുക, ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഏറ്റവും തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു 2 കലാകാരന്മാരുടെ തണലിലാണ്. പ്രായം കൊണ്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു. MT വാസുദേവൻ നായരും മാധവിക്കുട്ടിയൊക്കെ ഞങ്ങൾ അയൽവാസികളായിരുന്നു. അപ്പോൾ അവരൊക്കെ എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിലൊരു പ്രചോദനം ഉണ്ടല്ലോ. കലാപരമായ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വത്തിന് ഞങ്ങൾ ഈ കുട്ടികളെ കൊണ്ട് കഥകൾ പറയിക്കുക, ചെറിയ ചെറിയ നാടകങ്ങളിൽ അഭിനയിപ്പിക്കുക, അതുപോലെ ഈ ഓണത്തിനൊക്കെ സാഹിത്യ സമ്മേളനം പോലെയൊക്കെ നടത്തും. അപ്പോൾ ഇവരൊക്കെ നാട്ടിലെ അന്ന് പുള്ളി അന്ന് ഇൻ്റർമീഡിയറ്റിന് പഠിക്കുക. അപ്പോൾ നാട്ടിലെ വലിയ ചേട്ടന്മാർ, ഞാനൊക്കെ അന്ന് 7-8 പഠിക്കുന്ന കുട്ടി. അപ്പോൾ വാസനയുള്ളവരും നേതൃത്വത്തിന് കഴിവുള്ള കുട്ടികളെയൊക്കെ അവർ തിരിച്ചറിയും, അവരതിനൊക്കെ പ്രത്യേകം പ്രാധാന്യം കൊടുക്കും. അപ്പോൾ എന്നെയൊക്കെ പിടിച്ച് എല്ലാറ്റിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിടും. അങ്ങനെയൊക്കെ ആയിരിക്കാം. പിന്നെ എൻ്റെ അപ്പച്ചനൊക്കെ നല്ല കലാപരമായ കഴിവുള്ള ആളായിരുന്നു. നാലപ്പാട്ട് നാരായണ മേനോൻ, അവരാ കവി സമൂഹം മുഴുവൻ അവിടെ സന്നിഹിതരാണ്. ഞാൻ അവരുടെ മടിയിലിരുന്നോളാം. അപ്പം ഒരു എന്താ വേശു അമ്മയുടെ വിശറി എന്ന് പറഞ്ഞ് ഞാനൊരു കൊച്ചുകുട്ടിയാണ് കേട്ടോ അന്ന്. അങ്ങനെ ഒരു നാടകം എൻ്റെ അപ്പച്ചൻ തന്നെയാണ് അത് സംവിധാനം ചെയ്യുന്നതും അതിന് മേക്കപ്പ് ചെയ്യുന്നതും ഒക്കെ. ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന് അതിലൊക്കെ ഇങ്ങനെ വളരെയധികം ആകർഷിക്കപ്പെട്ട് വളർന്നൊരു കുട്ടിയാണ് ഞാൻ. നമ്മൾ ഇപ്പോൾ റിട്ടയർമെന്റ് ആവുന്ന ഒരു സമയത്തും നമുക്ക് അതിനൊരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ ഉള്ളിൽ ഇത് ഒരു നദി പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക മനസ്സിനകത്ത്. കല്യാണത്തിന് മുമ്പേ എൻ്റെ അമ്മ പറഞ്ഞിരുന്നു, നിന്റെ ചിത്രം വരാൻ, നിന്റെ എഴുത്ത് ഇതൊന്നും ചെറുക്കൻ്റെ വീട്ടുകാരോട് മിണ്ടാൻ പോലും പാടില്ല. അതെ, കുടുംബങ്ങളിൽ ഇതൊക്കെ ഭയങ്കര ചിട്ടയാണ്. അതായത് പ്രത്യേകിച്ച് പണ്ടൊരു പാട്ടുണ്ടല്ലോ, പണമുള്ള വീട്ടിലെ പെൺമണിയായി ജനിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സത്യമാണ് അതെന്ന് ഞാൻ പിന്നീട് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ നാട്ടിൽ പ്രശസ്തമായ കുടുംബം, സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഒക്കെ ഉള്ള വീടുകളിലെ പെൺകുട്ടികൾക്ക് കുറേ ചിട്ടകൾ അതിനുള്ളിൽ. എന്നാൽ നമ്മുടെ കഴിവുകളൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനും അമ്മയും വീട്ടിനകത്ത് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യും. എൻ്റെ അച്ഛൻ അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നു. അമ്മ ഇന്നും അതിനെയൊക്കെ താഴ്ത്താൻ നോക്കും. ഒരു ഹൈസ്കൂളിൻ്റെ ഹെഡ് ടീച്ചറായിട്ട് ജോലി ചെയ്യുകയാണ്. പക്ഷെ എന്നാലും വീട്ടിൽ പെൺകുട്ടികളെയൊക്കെ വളരെ ചിട്ടയിൽ വളർത്തണമെന്നുള്ള ഒരു അതുകൊണ്ട് ഈ കലാവാസനയൊന്നും വിവാഹത്തിന് ശേഷം സമ്മതിച്ചില്ല. വീട്ടിലും പറ്റിയില്ല. പിന്നെ ആ പ്രായപ്പോഴേക്കും ഡിഗ്രി കഴിഞ്ഞതും കല്യാണം കഴിച്ചു. പിന്നെ ബാംഗ്ലൂരായിരുന്നു ഞാൻ. അവിടെയും എൻ്റെ കലാപരമായ കഴിവുകൾ അറിവുള്ള 1-2 ആളുകളൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. എൻ്റെ ഭർത്താവ് പറഞ്ഞു, ഒന്നും വേണ്ട, ഒന്നും എഴുതരുത്, ഒന്നും വേണ്ട. വീണ്ടും അത് എങ്ങനെയാണ് ഇതൊന്ന് വീണ്ടും പിന്നീട് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് കാലം ഭർത്താവിൻ്റെ കൂടെ തന്നെ ബാംഗ്ലൂർ കുറേ വർഷം, അത് കഴിഞ്ഞ് 2-3 കൊല്ലം ഇറാനിലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് പിന്നെ കുറച്ച് കാലം ഞാൻ കേരളത്തിൽ, എൻ്റെ നാട്ടിലല്ല, തൃശ്ശൂരല്ല, ഞാൻ ശരിക്കും പ്രോപ്പർ തൃശ്ശൂരുകാരിയാണ്. പക്ഷേ ഞാൻ പിന്നെ ആലപ്പുഴയിലൊരു വീട്, എൻ്റെ അനിയത്തിയെ വിവാഹം കഴിച്ചു കൊടുത്ത നാട്, അവിടെ ഒരു വലിയ ഹൈസ്കൂള്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അപ്പം എൻ്റെ കുട്ടികൾക്ക് അന്ന് മലയാളമൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ വന്ന് അങ്ങനെ ആലപ്പുഴയിലൊരു വീട് പണിത്. ഇപ്പോഴും വീടൊക്കെ അവിടെ ഉണ്ട്, അവിടെ താമസമാക്കി. അപ്പോൾ ഈ സ്കൂളിൻ്റെ തൊട്ടാണ്
ആ സ്കൂളിലെ ചില സിസ്റ്റേഴ്സാണ് എൻ്റെ ഈ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞത്. അങ്ങനെ അവരെന്നെ കൂട്ടിപ്പിടിച്ചു. ഇവിടെ ഗിരിജ എന്നെ കൂട്ടിപ്പിടിച്ച പോലെ തന്നെ ഇവിടെ വന്ന് ഗിരിജയാണ് എൻ്റെ കഴിവ് മനസ്സിലാക്കിയെടുത്തത്. അതുപോലെ ആ സിസ്റ്റർ എന്നെ കൂട്ടിപ്പിടിച്ചു. സിസ്റ്റർ പിന്നെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നെ എല്ലാറ്റിനും. അപ്പോൾ അവിടെ ഞാൻ കുട്ടികളിതുപോലെ അവിടെ ഒരു അനാഥശാലയും ഉണ്ട്, 10ാം ക്ലാസ് വരെയുള്ള സ്കൂളും ഉണ്ട്, അതിൻ്റെ ബോർഡിങ്ങും ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികളെ കൊണ്ട് പല കലാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കുട്ടികളും ഏതാണ്ട് അതേ പ്രായത്തിൽ വളർന്നു വരുന്നു. എൻ്റെ കുട്ടികളും ഡ്രാമ, ഡാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരും പങ്കെടുക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ ഫ്രീ ആണ്, എനിക്ക് കുട്ടികളുമായിട്ട് ഉള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. ഞാൻ അന്ന് ജോലിയൊന്നും പുറത്ത് ജോലിക്കൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ സ്കൂളിൽ മാത്സ് ടീച്ചറായിട്ട് കുറച്ച് കാലം അവിടെ ജോലി ചെയ്തു. UK എത്തിയിട്ട് ഈ മുതിർന്ന ആൾക്കാരെ കൂടെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലാണല്ലോ കുറേ പ്രവർത്തനങ്ങൾ ചെയ്തത്. അവിടെ ഞാൻ അന്ന് അവിടെയും ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ലെപ്രസി വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയ്ക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗിൽഡ് ഓഫ് സർവീസ് എന്നും പറഞ്ഞ് അത് മദ്രാസ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്, ഒരു വളരെ പ്രശസ്തമായൊരു സംഘടനയാണത്. ആ സംഘടനയിൽ ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ നാട്ടിൻപുറത്തുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസവും മറ്റുള്ള അതൊന്നും അറിയാത്ത ആളുകൾക്ക് അവയർനെസ്സൊക്കെ കൊടുക്കുക, അവരെ പല കാര്യങ്ങൾക്കും പ്രോത്സാഹിപ്പിക്കുക. ഏതാണ്ട് ഈ മഹിളാ സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ പോലെ സ്ത്രീകളെ മുലയൂട്ടാനും ഒക്കെ നിർബന്ധിക്കുക, ഗർഭിണികൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെപ്പറ്റി ക്ലാസ് എടുക്കുക. പിന്നെ ഒരു ലെപ്രസിയുടെ ഉള്ള ഒരു ഹോസ്പിറ്റലുണ്ട് അവിടെ, ലെപ്രസിക്കാർക്കുള്ളത്. അവരെ കൊണ്ടുപോയി മരുന്നൊക്കെ കഴിപ്പിച്ച് അവർക്ക് ഗവൺമെൻറ്റിൽ നിന്ന് വല്ല ലോണോ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ രാജീവ് ഗാന്ധി കുറേ പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ വീടുകൾ പാവപ്പെട്ടവർക്ക് വീട് പണിത് കൊടുക്കുന്ന. അങ്ങനെ കുറേ പേർക്ക് വീട് കിട്ടാൻ വേണ്ടിയൊക്കെ ശ്രമിച്ച് അങ്ങനെയൊക്കെ കുറേ സാമൂഹിക പ്രവർത്തനം, അങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യ പ്രവർത്തനം ആ കാലഘട്ടത്തിൽ ചെയ്തു. അതായത് ആ സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ മരണം കഴിഞ്ഞ് ഞാൻ മാനസികമായിട്ട് വളരെയധികം അസ്വസ്ഥയായിരുന്നു. അതിൽ നിന്നുള്ള മോചനത്തിന് ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തത് ഈ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്. മറ്റുള്ളവരുടെ ദുഃഖങ്ങളിലേക്കും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്കും അങ്ങോട്ട് കടന്നു കയറാൻ തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മറന്നു. മറ്റു പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മളെ പ്രശ്നം ചെറുതായി തോന്നി കാണും. ഇപ്പോൾ യൂറോപ്പിൽ എത്തിയിട്ട് മലയാളി അസോസിയേഷൻ ഓഫ് ദ UKയുടെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മകളുടെ കുട്ടിയെ നോക്കലൊക്കെ ആയിട്ട് അങ്ങനെ ഞാൻ അങ്ങ് ഒതുങ്ങിക്കൂടി. കുട്ടിയെ സ്കൂളിൽ കൊണ്ടുപോകും, വരും, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നുള്ള തരത്തിൽ അങ്ങ് ഒതുങ്ങി. കഴിഞ്ഞ കുട്ടി സ്കൂളിൽ 3ാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇനി എനിക്ക് ഈ വക പണിയൊക്കെ ചെയ്ത് ഞാൻ എന്തിനാണ് ഇരിക്കുന്നത്? നമ്മളുടെ കഴിവ് ബാക്കിയുള്ള കാലം ഇതേപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാക്കണം എന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ ആദ്യമായിട്ട് ഞാൻ പള്ളിയിൽ വെച്ച് നമ്മുടെ ലിസി വിൻസെൻ്റ് ഉണ്ടല്ലോ, ലിസി വിൻസെൻ്റ് എന്നെ പള്ളിയിൽ വെച്ച് കാണുകയാണ്. എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മലയാളികൾക്ക് വേണ്ടി ഒരു സംഘടനയുണ്ട് നമ്മളുടെ. അപ്പോൾ റോംഫോർഡ് റോഡൊന്നും എനിക്കറിയില്ല, ഈ കാറിൽ മകൻ്റെയൊക്കെ മരുമകൻ്റെയും കൂടെ അങ്ങനെ പോകുന്നതല്ലാണ്ട് അവിടെയൊക്കെ ഒന്ന് വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നും ലിസിക്ക് അറിയില്ല. അവിടെ ഒരു മെമ്പറായിട്ട് വന്നുകൂടെ? അതല്ല, വെറുതെ ഒരു മെമ്പറെ കൂട്ടിയതായിരിക്കും അങ്ങോട്ട് വന്നുകൂടെയും ചോദിച്ചു. ശരി, ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം പ്രായമുള്ള കുറേ പേര് ഒരുമിച്ച് കൂടുന്നു, പലരും ഓരോ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരുന്നു, അത് പങ്കിട്ട് കഴിക്കുന്നു, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പിന്നെ വല്ല മെഡിസിനെ പറ്റിയൊക്കെ പലർക്കും വിദ്യാഭ്യാസം ഇല്ലാത്തവരും ഉണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ടായി, അവിടെ പോയപ്പോൾ ഡോക്ടർ ഇന്ന മാതിരി ഒരു മരുന്ന് കൊടുത്തു അല്ലെങ്കിൽ ഇന്ന മാതിരി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അത് എന്തിനാണ് ഏതിനാണെന്ന് പോലും പിടി കിട്ടിയിട്ടില്ല. അപ്പോൾ അവരതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അറിവുള്ള നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അതുപോലെ നല്ല തണുപ്പത്ത് പോലും അതിനകത്തേക്ക് സന്തോഷത്തോടെ എന്ത് വിഷമാണെങ്കിലും വരുന്നവരുണ്ട്. ഒരു സമൂഹം പോലെ എല്ലാവരും കൂടുന്നു. അതെ, അന്ന് അവിടെ ഞാൻ ചെല്ലുമ്പോൾ അന്ന് ഗിരിജ നാട്ടിൽ പോയിരിക്കുകയാണ്, നമ്മുടെ മിസ്സസ് നായർ അവിടെ ഇല്ല, വേറെ കുറച്ച് പേരൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എനിക്ക് ആരൊക്കെയാണ് ഇവരെന്നൊന്നും അറിയില്ല. ഒരു വിമൻസ് ഡേ സെലിബ്രേഷൻ ആ കൊല്ലം വന്നപ്പോൾ നമ്മളുടെ മലയാളി അസോസിയേഷനിൽ നിന്ന് അതിനാരും ഒന്നും ശ്രമിക്കുന്നില്ല. വേറെ നാരായണഗുരു മിഷനിലും നിന്നും മറ്റും വേറെ ഏതോ സ്ഥലത്തു നിന്നൊക്കെ അതിനാരൊക്കെയോ എന്തൊക്കെയോ പരിപാടികൾ നടത്തുന്നുണ്ട്, ഇവിടുന്ന് ആരും ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മുടെ സലീല അവിടെ വന്നിട്ടൊന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചു,
നിങ്ങളിങ്ങനെ വല്ല പ്രവർത്തനങ്ങളൊക്കെ ഇതിന് മുന്നേ ചെയ്യാറുണ്ടോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നിയതൊക്കെ ചെയ്യുന്നൊക്കെ അവിടെയുള്ള ചില ആളുകൾ പറഞ്ഞു. അപ്പം എന്താ ഈ പ്രാവശ്യം ചെയ്യാതിരുന്നത്? ഈ പ്രാവശ്യം ആരുമില്ല, ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അത് നിങ്ങൾ വിഷമിക്കേണ്ട, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതിന് വേണ്ടുന്ന സഹായമൊക്കെ ചെയ്യാം. അപ്പോൾ എഴുതാനും മറ്റൊന്നും ആരുമില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ചെയ്യാം, എഴുതും ചെയ്യാം, പഠിപ്പിച്ചു തരികയും ചെയ്യാം, അവതരിപ്പിക്കുകയും ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവർക്കാർക്കും എന്നെ അന്ന് നല്ലപോലെ മനസ്സിലായിട്ടില്ല. ഇല്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞു വരട്ടെ, ഇതിൻ്റെ നമ്മളുടെ ഇതിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന ആദ്യപ്പഴിക്കുക ഗിരിജ വരട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാനതങ്ങ് വിട്ടും കളഞ്ഞു. അന്ന് എഴുതിയ സ്കിറ്റ് ഞാൻ ഈ കഴിഞ്ഞ ഓണത്തിനല്ല, ഈ വിമൻസ് ഡേയുടെ അന്നാണ് അവിടെ അവതരിപ്പിച്ചത്. അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചാൽ അതവിടെ അങ്ങ് കളഞ്ഞു ഞാൻ. ഗിരിജ വന്നതിന് ശേഷം ഒരു ദിവസം ഗിരിജ എന്നോട് ഇങ്ങനെ സംസാരിച്ചിരുന്നിട്ട് പറഞ്ഞു, സിസ്ലിക്ക് ഇവിടെ വന്നിട്ട് എന്ത് തോന്നുന്നു, ഇപ്പോൾ ഇവിടെ വന്ന് ഇത്രയും ദിവസമൊക്കെ വരിയും പൂവൊക്കെ ചെയ്യുന്നില്ലേ, എന്ത് തോന്നുന്നു, ഇവിടെ വല്ല ഗുണമുണ്ടോ, എന്താ അഭിപ്രായം? അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വളരെ നല്ല അഭിപ്രായമാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു സിസ്ലിക്ക് ഒരു കവിത അതിനെപ്പറ്റി എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നോട്. കവിത എഴുതാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോന്നു. ഞാൻ വീട്ടിൽ വന്ന ഉടനെ അവിടുന്ന് വീണ്ടും വിളി വന്നു. വീട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോൾ ഓർക്കുന്നുണ്ടോ, ഒരു കവിത എഴുതാമോ ഒന്ന് നമ്മളുടെ ഇതിനെ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതാം, 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞു. +60 സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ സംഘടനയുടെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ പ്രായമായ ആൾക്കാർ തീരെ രോഗികളായിട്ട് വീടുകളിൽ കഴിയുന്ന, ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ വരാൻ പറ്റാതിരിക്കുന്ന വീടുകളുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു വീട്ടിൽ പോയിരുന്നു. അങ്ങനെയുള്ള വീടുകളിൽ പോയി അവരെയായിട്ട് കുറച്ച് നേരം സംസാരിക്കുക, അവരുടെ രോഗാവസ്ഥ അറിഞ്ഞു വരിക. പിന്നെ ഇവിടെയുള്ള മറ്റുള്ളവരോട് അതിനെപ്പറ്റി ഇന്നാൾ സുഖമില്ലാണ്ട് കിടക്കുകയായിരുന്നു, ഞാൻ ഇന്ന് പോയി കണ്ടു കേട്ടോ എന്നൊക്കെ പറയാം. അല്ല, ഇവർക്ക് സാമ്പത്തികമൊന്നും ഇപ്പം നമ്മൾ കൊടുക്കാൻ കാര്യമില്ല. പക്ഷെ അവർ വീട്ടിനകത്ത് ഒതുങ്ങി കൂടിയിട്ട് ആരോടും ഒന്നും മിണ്ടാൻ പോലും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ വിരസത ഒന്ന് മാറ്റാൻ അവരെ പോയി ഒന്ന് കാണുക, ഒന്ന് പോയി കുറച്ച് നേരം അവരുടെ അടുത്തിരുന്നു, കുറച്ച് നേരം സംസാരിച്ചു. വയ്യാത്തോടത്ത് നിന്നിട്ടാണെങ്കിൽ അവർ ചായ ഉണ്ടാക്കാൻ പുറപ്പെടുമ്പോൾ നീ അവിടെ ഇരിക്കും, ഞാൻ ചായ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ചായ ഇട്ടു, അവർക്കും ഒരു ഗ്ലാസ് ചായ കൊടുത്തു, നമ്മളും ഒരു ഗ്ലാസ് ചായ കുടിച്ചു. അവിടെ ഇരുന്ന് കുറച്ച് നേരം ഒന്ന് ചിലവഴിച്ചു. അങ്ങനെ പോരുക. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. വരുന്നവരിൽ ആരെങ്കിലും വരാതെ ആകുമ്പോഴേക്കാണ്, അല്ലെങ്കിൽ ആരെങ്കിലും പറയും ഇന്നമാതിരി ഒരാൾ സുഖമില്ലാണ്ടിരിക്കും. നമ്മളിപ്പോൾ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മൾ അന്വേഷിക്കും, അപ്പോഴും അന്വേഷിക്കും. മിക്കവാറും ഇന്നിപ്പോൾ ചൊവ്വാഴ്ച ദിവസം അവിടെ ചെല്ലുമ്പോൾ ഒരു 3 പേര് സാധാരണ വരുന്നവർ വന്നില്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ ആ വീട്ടിലേക്ക് ഫോൺ ചെയ്യും, എന്താണ് കാര്യം എന്ന് അന്വേഷിക്കും. ഇവിടെ വെച്ച് ചോദിക്കും. അപ്പം ചിലർ പറയും മകൻ്റെ വീട്ടിൽ പോയിരിക്കുന്നത്, അങ്ങനെയൊക്കെ ചിലർ പറയും. ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ചെന്നാൽ ഞാൻ അവരെ അന്ന് ഞാൻ ഒരു 7 മണിക്കുള്ളിൽ അവരെയൊക്കെ വിളിച്ച് അവരുടെ വിശേഷം ഒന്നും അറിയും. അപ്പം അവർ പറയും എന്തെങ്കിലും ഒരു റീസൺ എന്തെങ്കിലും പറയും. ഇനി അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഇതാണ്, സുഖമില്ലാണ്ടിരിക്കുകയാണ്, ഇനി വരാൻ പറ്റില്ല, അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്നില്ല, വീണു, ഇങ്ങനെയൊക്കെ പറഞ്ഞതാണെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും 2-3 കൂട്ടുകാരൊക്കെ കൂടെ ഒന്ന് പോവുക, കാണുക. അതുപോലെ അവർക്ക് ഒരു ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ ഒന്ന് ഹെൽപ്പിന് പോകുക, കൂടെ പോകുക. ചിലപ്പോൾ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകാനൊക്കെ പ്രയാസമുള്ള ആളുകളൊക്കെ ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ഡോക്ടേഴ്സിനോട് പറയാൻ ബുദ്ധിമുട്ടുള്ളവരായിരിക്കും. അപ്പോൾ കൂടെ പോയിട്ട് കേരള ലിങ്ക് എന്ന് പറയുന്ന പത്രത്തിൽ സ്ഥിരമായിട്ട് കഥയൊക്കെ എഴുതാറുണ്ട്. ഇന്നലെ അയാൾ അവിടുന്ന് വിളിച്ചിരുന്നു, ഞാനത് മറന്നു. ഇതിന്റെ ഇടയിൽ സ്കിറ്റ് എഴുതലും അതിന്റെ കാര്യങ്ങളും ഒക്കെ ഇരുന്ന് പോയി. പിന്നെ ഇന്നലെ തന്നെ ഞാൻ വേഗം തന്നെ എഴുതി അത് അയച്ചു കൊടുത്തു. ഈ കഥ എഴുതുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് മോഹൻലാലിന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു, അയാൾ കഥ എഴുതുകയാണ് എന്ന് പറയുന്ന ചിത്രത്തില് ഒരു കഥാകാരനായിട്ടാണല്ലോ അദ്ദേഹം വരുന്നത്. പുള്ളി അദ്ദേഹം അതിൽ പറയുന്നത് ഒരു കഥ തന്നെ നമ്മൾ മാറ്റിയാണ് ഒരു കഥ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അതിലൊരു വെട്ടുകാരനുണ്ടെങ്കിൽ ഇതിലൊരു ചെത്തുകാരനുണ്ട്, എല്ലാത്തിലും ഒരു അടിയുണ്ട്. കഥാപാത്ര സൃഷ്ടി എന്നാണ് എൻ്റെ അനുഭവത്തിലുള്ള സൃഷ്ടി എന്ന് പറഞ്ഞാൽ. ഞാൻ നേരത്തെ ആലോചിച്ച് വെച്ച് ഒരു അങ്ങനെയൊന്നുമല്ല എഴുതി പോകുന്ന പോക്കിന് ഞാൻ അങ്ങനെ കഥ എഴുതാം ഇന്ന് എന്തെങ്കിലും. അപ്പം പലപ്പോഴും നമ്മളുടെ തലയ്ക്കകത്ത് പല പോയിന്റ്സും വരും. അത് ഞാൻ അപ്പം തന്നെ ഒരു ചെറിയ ഒരു ഇതാക്കിയിട്ട് എഴുതി വയ്ക്കും. എൻ്റെ മുന്നിൽ തന്നെ എപ്പോഴും അതിൻ്റെ ബുക്സോ കാര്യങ്ങളോ ഉണ്ടായിരിക്കും, അതിൽ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടാവും.
പക്ഷെ അതൊന്നും എടുത്തു വെച്ച് നോക്കിയിട്ടൊന്നും ആവില്ല ചിലപ്പോൾ കഥ എഴുതുന്നത്. അത് പിന്നെ എപ്പോഴെങ്കിലും വായിച്ചു നോക്കുമ്പോൾ ഒരു സ്പാർക്ക് നമുക്ക് കിട്ടിയെന്ന് വരും. പക്ഷേ ഈ കഥ എഴുതുക എന്നുള്ളത് ഇനിയിപ്പോൾ കേരള ലിങ്ക് ഇറങ്ങേണ്ട ടൈമിൽ അവന് കഥ അയച്ചു കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ മലയാള വായനയ്ക്ക് എന്തെങ്കിലും അയക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ എന്നാൽ ശരി എഴുതാം. അപ്പോൾ എപ്പോഴും പേപ്പറും പെന്നും ഒക്കെ ഞാൻ ഇരിക്കുന്നിടം മുഴുവൻ പുസ്തകങ്ങളും പേപ്പറിൻ്റെയും നടുക്കാണ് ഞാൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. എൻ്റെ ഹോബിയാണ് ഈ വരയൊക്കെ. അപ്പോൾ വേഗം തന്നെ കുറച്ച് പേപ്പർ എടുത്ത് ഒരു പാഡിൽ വെച്ചു, അങ്ങനെ എന്നെ എടുത്ത് വെച്ച് അങ്ങനെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇങ്ങനെ ഇരുന്നാൽ ഒരു ത്രെഡ് നമ്മുടെ ഉള്ളിലേക്ക് വരും. പിന്നെ ഈ ഭാഷ അനായാസം വരുന്നതാണ്. അതിപ്പം നമ്മളൊരു വാക്കിന് വേണ്ടി തപ്പേണ്ട ആവശ്യമൊന്നും എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. പണ്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്, പല എഴുത്തുകാരും പറയുന്നുണ്ട് അവരിങ്ങനെ ഒരു വാചകം എഴുതി അത് മുഴുവൻ അടിച്ച്, ഇതൊക്കെ സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മുറി നിറയെ ഇങ്ങനെ എറിഞ്ഞ പേപ്പറുകളും ഒക്കെ. അത് വെള്ളമടിക്കാനുള്ള ഒരു കാര്യത്തിന് അത് വെറുതെ പറയുന്നതാണോ എന്ന് ഇപ്പൊ എഴുതുമ്പോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഒരു പണ്ടേ മനസ്സിലിങ്ങനെ കിടന്ന ഒരു നോവൽ ഞാൻ കഴിഞ്ഞ വർഷത്തിലാണ് ഞാൻ എഴുതിയത്. ഞാൻ പലതും എഴുതിയതൊക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഗിരിജനോട് പറഞ്ഞു, വയസ്സന്മാരുടെ കഥയൊന്നും എനിക്ക്, അതിലത്തെ 1-2 കഥ, ഈ വയസ്സന്മാരുടെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട, ചെറുപ്പക്കാരെ പറ്റി എന്തെങ്കിലും സിസ്ലിക്ക് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ മതി. പിന്നെ നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ, എഴുതാം. ഒരു വാശിയുടെ പുറത്ത് 35 ദിവസം കൊണ്ടാണ് ഞാൻ ആ നോവൽ എഴുതിയത്. 48 അധ്യായം എഴുതി. ഈ 35 ദിവസം അത് വായിച്ചു കൊടുത്തു ഫോണിൽ കൂടെ. ഓരോ ദിവസവും ഓരോ എഴുതിയ അത് വായിച്ചു കൊടുക്കും. ആ എഴുതാനിരിക്കുമ്പോൾ ഒരു ഇതെനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതായത് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ മറ്റൊരു വ്യക്തിയായി മാറുന്നുണ്ട്. ചെറുകഥ എഴുതുമ്പോഴൊന്നും അങ്ങനെയൊന്നും ഇല്ല. നമ്മളുടെ ഉള്ളിൽ മറ്റെന്തോ ഒരു എന്തെന്നാ അതിന് പറയാന്ന് പറയാൻ പറ്റില്ല, ഈ ഭൂതാവേശം എന്നൊക്കെ പറഞ്ഞ പോലെയാണ്. നമ്മളിൽ ആ കാലഘട്ടത്തിൽ ആ എഴുത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കൂടെ മറ്റൊരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആ കാലഘട്ടത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എങ്കിലല്ലേ നമുക്ക് എഴുതാൻ പറ്റും. അതെ അതെ അത് ഞാൻ എഴുതിയിട്ടുള്ളത് 50 വർഷങ്ങളുടെ മുമ്പുള്ള 45 ഒക്കെ മുതലുള്ള കാലഘട്ടങ്ങളിലുള്ള കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത്. അപ്പോൾ ഈ പരകായ പ്രവേശം എന്ന് പറയണ പോലെ ഒരു വാക്കുകളുടെ ഇത് വാസ്തവനെ എഴുതിയിട്ട് വെട്ടേണ്ട ആവശ്യമൊന്നും എനിക്കൊരിക്കലും വരാറില്ല. എഴുതിക്കൊണ്ടിരിക്കാൻ ആരോ ഇങ്ങനെ നമ്മളുടെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്ന പോലെ ചിലപ്പോൾ എനിക്ക് എഴുതുന്ന നേരങ്ങളിൽ. നമ്മളിപ്പോൾ കഥയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഒരു കഥ എഴുതുന്നു, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള അന്നത്തെ ജീവിത സാഹചര്യത്തെക്കുറിച്ചുള്ളൊരു കഥ എഴുതുമ്പോൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷന് അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. കാര്യം ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അന്ന് കഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് സുലഭമായിട്ട് കിട്ടുന്നൊരു കാര്യമായിരിക്കും. അത് അവർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എനിക്ക് സമയം കിട്ടില്ല, അത് ഇംഗ്ലീഷിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. കാരണം ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇംഗ്ലീഷല്ലേ വായിക്കാറുള്ളൂ. വാസ്തവം പറഞ്ഞാൽ നമ്മളുടെ കുട്ടികൾക്ക് ഇന്ന് പറ്റിയിട്ടുള്ള മൂല്യച്യുതിയാണ്. എങ്ങനെ നമ്മൾ ഈ അവസ്ഥയിലേക്ക് എത്തി, നമ്മുടെ പൂർവികർ ഏതെല്ലാം രീതിയിൽ കൂടെയൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നു, ബുദ്ധിമുട്ടി ചെയ്ത കാര്യങ്ങളാണ്, ബുദ്ധിമുട്ടി കണ്ടുപിടിച്ച് ഇന്ന് നമുക്ക് എല്ലാം വിരൽ തുമ്പിലിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ ലോകം മുഴുവൻ നമ്മുടെ വിരൽ തുമ്പിലാണ്. ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. എന്നിട്ടാണ് അവർ ഈ തലകുത്തി മറിയുന്നത്. കഴിഞ്ഞ ലക്കത്തിൽ ഞാൻ കേരള ലിങ്കിൽ എഴുതിയ ഒരു കഥയുണ്ട്. അത് അമേരിക്കയിൽ സംഭവിച്ചൊരു സംഭവമാണ്. അമാൻഡ ടോണിൻ്റെ അതാണ് ഞാനതിൽ എഴുതിയിട്ടുള്ളത്. അതായത് ഇപ്പോഴത്തെ കൗമാരം എല്ലാറ്റിൽ നിന്നും ഇങ്ങനെ എന്തോ അവർ ഈ ലോകത്ത് ജീവിക്കുകയാണോ എന്ന് പോലും മറന്നു പോകുന്ന തരത്തിൽ പോകുന്ന ഒരു 75% കുട്ടികളുണ്ട്. അവർക്ക് ഈ നമ്മളുടെ പഴമ അവരറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളുടെ അമ്മയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് ഒരേ കഥയൊക്കെ പണ്ടത്തെ ഒരേ കഥയൊക്കെ പറഞ്ഞു തന്ന് നമ്മൾ ഓർക്കുന്നത് പോലും അങ്ങനത്തെ കഥയൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പം നമ്മൾക്കതൊക്കെ ഞാൻ വിചാരിക്കുന്നതൊക്കെ നമ്മളുടെ സ്വത്താണ്, നമ്മളുടെ അറിവിൻ്റെ ഭണ്ഡാരത്തിൽ വീഴുന്ന മുത്തുമണികളാണ്. ഇപ്പം തന്നെ മക്കളൊരു വറ്റ് ചോറ് വെറുതാന്നൊക്കെ കളയുമ്പോൾ നമ്മൾ പറയടാ ആ ചോറ് വറ്റ് അത് കളയരുത്, ഇതിനു വേണ്ടിയാണ് നമ്മൾ കഷ്ടപ്പെടും. ഈ വയറല്ല, അത് നമ്മളെ പഠിപ്പിച്ചതിൻ്റെ കാര്യമാണ്. കാരണം മുമ്പ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു പേപ്പറിൽ നമ്മൾ ചവിട്ടാൻ പാടില്ല. ചവിട്ടിയാൽ ഉടനെ അതിലെടുത്ത് തൊട്ട് തൊഴുക എന്നുള്ള
ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഒരു പേപ്പറിൽ ചവിട്ടി എത്രയും പേര് പേപ്പറിൽ ചവിട്ടി നടക്കുന്നു ഇല്ലേ? ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയുമായിരുന്നു, മക്കളെ ഈ വയറ് എന്ന് പറഞ്ഞ ഒരു അവയവം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ ഒരു ജോലിയും ചെയ്യില്ല, ചുമ്മാരിക്കും. ഇത് അവനെ വിശപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞതുണ്ടല്ലോ, അത് വരുമ്പോഴാണ് മനുഷ്യൻ അധ്വാനിക്കാനും എല്ലാം നേടാനും ഒക്കെ ശ്രമിക്കാൻ തുടങ്ങിയത്. കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ യു കെയിൽ വന്നിട്ട് മുതിർന്നു കഴിഞ്ഞാൽ മലയാളം പറയുന്നത് എന്തുകൊണ്ട് ഇത്ര വിഷമമായിട്ട് തോന്നുന്നു? ആദ്യം എനിക്ക് തോന്നുന്നത് എൻ്റെ ഇവിടുത്തെ പേരക്കുട്ടിയെ 3 വയസ്സ് അവളെ നഴ്സറിയിൽ കൊണ്ടുപോയി ചേർത്ത് വന്ന അന്ന് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, മമ്മി ഇനി സ്കൂളിൽ ടീച്ചേഴ്സ്, അവൾ സ്കൂൾ ടീച്ചറാണ് കേട്ടോ, സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ മമ്മി, അപ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും, മമ്മി എപ്പോഴും അവളോട് മലയാളം സംസാരിക്കുന്ന കാരണം, അതുകൊണ്ട് ഇനി മമ്മി അവളോട് ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതി കേട്ടോ എന്ന് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് നിങ്ങൾ അപ്പനും അമ്മയും അങ്ങ് ഡാഡി മമ്മി സംസാരിച്ചാൽ മതി, ഞാൻ അവളോട് മലയാളം തന്നെ പറയട്ടെ, ഒരു ഇത്തിരി മലയാളമൊക്കെ അവളിൽ കിടക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ ഈ പറഞ്ഞതാണ്, ഇതാണ് വീടുകളിൽ പറ്റുന്ന കുറച്ച് മലയാളം കുട്ടികളിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നേരത്തെ ഞാനിപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ പോയിട്ട് ഒരു ജനറേഷനുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ മിനിഞ്ഞാന്ന് മറ്റതിൻ്റെ ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഒരാൾ പറയുന്നുണ്ടല്ലോ തൃശ്ശൂർക്കാരി ഒരു പെണ്ണിനൊക്കെ കിട്ടണം. അതെ, അതുപോലെ നമ്മൾ ഇന്നലെ ഞാനത് ഞങ്ങളുടെ സംഘടനയിൽ സംസാരിച്ചു. ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് മലയാളവുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നത് കേരളവുമായിട്ട് ബന്ധമില്ലാതാവുന്നതിനൊരു തുല്യമാണ്. നാട്ടിൽ പോകുന്നത് തന്നെ കുട്ടികൾക്ക് ഇപ്പോൾ ഇഷ്ടമില്ലാതെ ആവുന്നതിൻ്റെയൊക്കെ കാരണം അതാണ്. ഒരു പരിധി വരെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അധികം ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഉള്ളവർക്കും ഏതാണ്ട് ഒരു കൗതുക വസ്തു പോലെയാണ് ഇവിടുന്ന് ചെല്ലുന്ന കുട്ടികൾ. കാരണം അവിടെ ഇരിക്കുന്ന പ്രായമുള്ളവരൊന്നും ഇംഗ്ലീഷ് അറിയുമെങ്കിൽ അവരത് ഇംഗ്ലീഷ് പറയാം. ഇംഗ്ലീഷ് ഇപ്പം നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മാത്രമല്ല പഠിക്കുന്നത്, ലേണിംഗ് സ്പാനിഷ്, ഫ്രാൻസ്, ജർമ്മൻ ഇതെല്ലാം പഠിക്കുന്നു. ഇത് എഴുതാനും വായിക്കാനും പഠിച്ചില്ലെങ്കിൽ മലയാളിക്ക് പണ്ടേ പറ്റിയിട്ടുള്ള ഒരു അമളിയാണത്. മലയാളികൾക്ക് ഇങ്ങനെ ആളുകളെ ഇങ്ങനെ സ്വന്തം ഭാഷയെ അവർ ബഹുമാനിക്കുന്നില്ല. അത് മാറണം. മലയാളി പണ്ടും ഇംഗ്ലീഷ് പറയുന്നവനെ ആരാധിക്കുന്ന ഒരു മാനസിക നിലയുള്ളവരായിരുന്നു. അല്ല, ഇംഗ്ലീഷ് പറഞ്ഞോട്ടെ, ഇവരെല്ലാം ദേ ആർ ടോക്കിംഗ് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻ്റ്ലി. അതിൻ്റെ ഇടയിൽ കൂടെ മലയാളം കൂടെ പറഞ്ഞുകൂടെ ആസ് എ ഡിഫറെന്റ് ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ. പക്ഷെ ആ കാലഘട്ടം ഇപ്പം മാറി. ഇപ്പം ഇവിടെ മാത്രമൊന്നുമല്ല, ഇപ്പോൾ നമ്മളുടെ കേരളത്തിൽ തന്നെ ഔട്ട് ഓഫ് സ്റ്റേറ്റ്. അതല്ല, ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ കഴിയുന്നിടത്തോളം മലയാളത്തെയും കൂടെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ അവിടെ അത് നമ്മളുടെ മക്കൾക്കൊക്കെ ആ ബഹുമാനം മലയാളത്തോട് പോയതിൻ്റെ കാരണം ഇതാണ്. കേരളത്തിൽ അവിടെ തന്നെ ജോലി ചെയ്ത് അവിടെ തന്നെ അന്ന് ഫാക്ടറികളോ മറ്റുള്ളതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് ബോംബെയിലും മദ്രാസിലൊക്കെ ഓടിപ്പോവുകയാണ് നമ്മളുടെ നാട്ടിലെ കുറച്ച് പ്രായമായ ആൺകുട്ടികളൊക്കെ കുടുംബം രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് അവിടെ ഇംഗ്ലീഷ് അറിയുമെങ്കിൽ അവർക്ക് കുറച്ച് നല്ല ജോലികൾ, അതുപോലെ സിംഗപ്പൂരൊക്കെ പോയവർക്ക് ഞാൻ ഇവിടുത്തെ സാഹചര്യം വെച്ച് പറയുന്നത് ചിന്ത ആ കാലഘട്ടത്തിലെ ആളുകളിൽ നിറഞ്ഞു നിന്നു. ആ ചിന്ത ഇപ്പോഴും. അതെ, ഇവിടെ ഒരു 3 തലമുറ മുമ്പ് വന്ന ഇവിടുത്തെ ഇപ്പം നമ്മളുടെ അപ്പൂപ്പന്മാരുടെ പ്രായമുള്ള അവരൊക്കെ 3 തലമുറ മുമ്പ് ഇവിടെ വന്നവർക്കൊക്കെ ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റാതെയൊക്കെ ഇരുന്നപ്പോൾ അവർ അപ്പോൾ അവരുടെ മനസ്സിൽ ഒരു ബഹുമാനം എന്തിനോട് വന്നു? ഇംഗ്ലീഷ് പറയുന്നവൻ എന്ന് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു. ആ ചിന്ത തലമുറകളിലൂടെ അല്ല ഞാൻ പറയുന്നത് ഇവിടെ വന്ന എല്ലാ കുട്ടികൾക്കും നമ്മളായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് മലയാളം ആയിക്കോട്ടെ എന്ന് പറഞ്ഞെന്നുള്ളത് കുറേശ്ശെ മലയാളം പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. മലയാളം ട്യൂഷനൊക്കെ ഇപ്പൊ മലയാളി അസോസിയേഷനൊക്കെ കൊടുക്കണം എന്നൊക്കെ പദ്ധതിയൊക്കെ ഇട്ടിട്ട് അതിനൊന്നും തയ്യാറായിട്ട്, നേരെ മറിച്ച് ഡാൻസ് പഠിപ്പിക്കാൻ അമ്മമാരും അച്ഛന്മാരും ഓടിക്കൊണ്ടുവന്ന്, ഞാൻ അവിടെ ഡയറക്ടർ ബോർഡിൽ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ അവിടെ ഫീസ് വാങ്ങാനൊക്കെ ഇരിക്കുമ്പോൾ ജോലി സ്ഥലത്തുനിന്നും ഓടി വന്ന് കുട്ടികളെയും കയറ്റി ഇവിടെ കൊണ്ടുവന്നാക്കി ഡാൻസിൻ്റെ സമയം മുഴുവൻ അമ്മമാരവിടെ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങി അതിനവർ കഷ്ടപ്പെടുന്നുണ്ട്. അതേ സ്ഥാനത്ത് മലയാളം ട്യൂഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ് ഓരോരുത്തരും ഒരു എടുത്ത ഇപ്പം എൻ്റെ കുട്ടികൾ ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറയും, ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷും പറയും.
അതല്ലേ ഇപ്പൊ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും നമ്മളുടെ കുട്ടികൾ അങ്ങനെ അതിൽ അഭിമാനം കൊള്ളുന്ന പേരൻസുകളുടെ എണ്ണം കൂടണം. ഏതായാലും റിട്ടയറായി വീട്ടിൽ ഇരിക്കുന്നവർക്ക് താങ്കളെ പോലെ ഉള്ളവരെ ഒരു പ്രചോദനമാകട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ മറ്റ് എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ യുവർ ഷോ എന്ന് പറയുന്ന ഈ ഷോ എന്ന് പറയുന്നത് നമ്മുടെ ഷോ ആണ്. നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഉള്ള വ്യക്തികളെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാധാന്യം അർഹിക്കുന്നവരെ കണ്ടുപിടിച്ചിട്ട് അവരെ നമ്മുടെ സമൂഹത്തിലേക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഷോ ആണ്. ഇത് കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ഞാനിപ്പോൾ ഇന്നലെ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഇവിടെ വിളിച്ചു. എനിക്ക് ആ ടൈം അറിയില്ലായിരുന്നു ഈ ആളുകളായിട്ടുള്ള സംഭവം. ഇനിയിപ്പോൾ ഞാൻ ആ ടൈം മനസ്സിലാക്കി വെച്ചു. ഇനി ഞാൻ ആ ടൈമിന് എന്നും അത് തന്നെ ഓൺ ചെയ്ത വീട്ടിലുള്ള സമയത്ത്. എന്താണ് ഇത്തരം ഈ ഒരു സംരംഭത്തെ കുറിച്ച് എന്താണ് ഒരു അഭിപ്രായം? എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് തോന്നിയത്. കാരണം ഇവിടെ എത്രയോ ആളുകളുണ്ട് പല ഫീൽഡിലും വർക്ക് ചെയ്യുന്നവര്. ഇവരൊന്നും പരസ്പരം 10 പേർക്ക് അറിയുമായിരിക്കാം, കൂടുതൽ ആളുകൾ അറിയുന്നില്ല. ഇപ്പോൾ എല്ലാവരും നമ്മൾ അറിയുന്നവരെ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയെ ഇത് കാണുമ്പോൾ ഇതിൽ കണ്ടു ആ ആളുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ചൊന്ന് കണ്ടാൽ ഓ ഞാനിങ്ങനെ കണ്ടു, ആ ആൾ ഇന്ന ആളാണ് എന്നുള്ള ഒരറിവ് കിട്ടുന്നു. പിന്നെ അതുമല്ല ആ ആളുടെ പ്രവർത്തനത്തിൻ്റെ കാര്യങ്ങൾ അയാൾ പറയുമ്പോൾ അത് നമ്മൾക്ക് നല്ലതാണെങ്കിൽ നമ്മൾക്ക് മാതൃകയാക്കി എടുക്കാവുന്ന എത്രയോ നല്ല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും ഇതുപോലെയുള്ള പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള സാമൂഹ്യ പ്രവർത്തനമായാലും ഒക്കെ അവരിൽ നിന്നൊക്കെ എത്ര കാര്യങ്ങൾ നമ്മളുടെ കേൾവി എന്നുള്ളതും നമ്മളുടെ കാഴ്ച എന്നുള്ളതൊക്കെ മറ്റുള്ളവരിൽ നിന്നും കൂടെ നമ്മളിലേക്ക് സമാഹരിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും. ഏതായാലും റിട്ടയർ ആയിട്ടും ഇത്രയും തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിന് യുവർ ഷോയുടെ പേരിലും ആനന്ദ് ടിവിയുടെ പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. വീണ്ടും അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കാണും വരെ നന്ദി, നമസ്കാരം.